Hello, Mr. Shankar. Meet my son-in-law. Mr. Krishnan, why are you so late? Come on, come on. Come. എവിടെയെല്ലാം ശ്രദ്ധിക്കണമെന്നറിയോ? എവിടെയെല്ലാം കാര്യങ്ങൾ ആ പരിമ്പറത്തക്കാരൻ പോയിരുന്നു വല്ല പൈസ. ബേബി വന്നേ, സമയം വിട്ട് വരാമെന്ന്. ആരും ഇല്ലടാ അവിടെ. ഇവറ്റെയൊക്കെ വിളിച്ച് അപ്പുറത്തെങ്ങാനും വിരിച്ച് എന്തെങ്കിലും കൊടുക്കടാ. എല്ലാവർക്കും എല്ലാം തൃപ്തിയായാലോ അല്ലേ? ഞാൻ എപ്പോഴും പറയും വീട്ടിലേക്ക് വരണമെന്ന്. അപ്പോഴൊക്കെ ബേബി എന്തെങ്കിലും ഒഴിവൊഴിവ് പറയും. ബേബി ചേൻ എപ്പോഴും അങ്ങനെയാ. വരൂ, നമുക്ക് ഈ ബഹളത്തിൽ നിന്ന് മാറി നിന്ന് സംസാരിക്കാം. നാലിഞ്ചിന്റെ വ്യത്യാസമേ ഉള്ളൂ. ഒരുവിധം ഒപ്പിക്കാം. അപ്പോ ഡേസിക്ക് പൊക്കമുള്ളവരെയാണ് ഇഷ്ടം അല്ലേ? പിന്നെ പൊക്കമില്ല, പിന്നെ എന്തിനു കൊള്ളാം? എന്നിട്ടും ഡേസി എന്തിനാ എന്നെ കല്യാണം കഴിച്ചത്? അത് അന്ന് ടേപ്പ് മോഷ്ടിച്ചതുകൊണ്ട്. നേരെ ഒരുപാടായി, നമുക്ക് കിടക്കാം. ഏയ്, മണി 12 ആയുള്ളൂ. ഇന്നേ ഫസ്റ്റ് നൈറ്റ് ആണ്. ഇനിയും താമസിച്ചാൽ ഫസ്റ്റ് ഡേ ആയി പോകും. എന്ത് ഫസ്റ്റ് നൈറ്റ്? ഇതുപോലെ എത്ര രാത്രികൾ വരാനിരിക്കുന്നു. അത് ശരി. എനിക്ക് ബേബി ഒന്ന് കാണണം. എന്തൊരു അഹങ്കാരമാണ്! കൊച്ചുമലയാളി പേര് വിളിക്കുന്നോ? ഞാൻ വന്നെന്ന് പറഞ്ഞാ മതി. ഞാനോ? ഞാനെന്ന് പറഞ്ഞ ഗ്രേസി. അവിടെ നില്ല്, എഴുന്നേറ്റം നോക്കട്ടെ. എന്ത് വേണം? മോനെ, ഒന്ന് പതുക്കെ പറയൂ. ഞാൻ നിങ്ങളുടെ മോനല്ല. മോനെ, നിനക്കെന്താ മനസ്സിലായില്ലേ? ഇവിടെ തന്നെ നിശ്ചയിക്കരുത്. കാശ് വല്ലതും വേണമെങ്കിൽ തന്നേക്കാം. പക്ഷെ ഒരു കാര്യം, മേലാൽ ഈ ബന്ധം പറഞ്ഞ് ഇങ്ങോട്ട് കയറരുത്. ഞാൻ പോണു മോനെ. ഇന്ന നീ അന്ന് കൊടുത്തയച്ച 500 രൂപ എത്ര പാപിയാണേലും പെറ്റമ്മയാണിടാ. വലിയ ധർമ്മിഷ്ഠനായി പോയല്ലോ. ഭിക്ഷ കൊടുക്കാൻ കൊച്ചുമലയാളി തന്നെ വരണോ? ഇവിടെ വേലക്കാരില്ലേ? കമോൺ. ഇനി ഈ ജന്മത്ത് ഇതുപോലെ ആവശ്യം ഉണ്ടാകില്ല കുഞ്ഞാലിക്ക. എന്നോട് ഇതൊക്കെ പറയണോ? നിങ്ങളുടെ എല്ലാ സുഖങ്ങളും ദുഃഖങ്ങളും കാണുന്നവനല്ലേ ഞാൻ. മോളമ്മയ്ക്ക് ഒരു ജോലി കിട്ടിയാൽ ഈ വീടിനൊരു താങ്ങായിരിക്കും. അതെനിക്കറിയാം. പക്ഷെ എന്ത് ചെയ്യാം? ചാക്കോച്ചൻ എന്റെ കൂടെ പഠിച്ചെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അയാൾ ഇന്ന് വലിയ മുതലാളിയാ. അയാളുടെ സ്കൂളിൽ ഒരു ജോലി കിട്ടണമെങ്കിൽ 10,000-15,000 ഒക്കെ ചോദിക്കും. ഞാൻ ഇറങ്ങുന്നു. കുറുപ്പച്ചനിരിക്കും. ഞാൻ ഇരിക്കണില്ല. നിന്റെ ഈ സങ്കടം കാണുമ്പോ എനിക്കൊന്നും പറയാൻ തോന്നണില്ല. പക്ഷെ എങ്ങനെ പറയാണ്ടിരിക്കും? പിള്ളേരെല്ലാം കൂടി എന്നെ ശല്യപ്പെടുത്തുക. എങ്ങനെ ശല്യപ്പെടുത്താതിരിക്കും?
എത്ര നാളത്തെ കടമ? നമ്മളെ കുഷ്മട്ടിന്റെ മോൻ വിജയനുണ്ടല്ലോ, അവനിപ്പോ വക്കീൽ പരീക്ഷയ്ക്കാ പഠിക്കണേ. അവൻ ഏതാണ്ടൊക്കെ ഒപ്പിച്ചു വെച്ചിരുന്നാ തോന്നണേ. ആ, ചിലപ്പോ ഉടനെ ജപ്തി നടക്കും. ഈ വയസ്സുകാലത്ത് അയൽവക്കത്തിരുന്നുകൊണ്ട് ജപ്തി കഴിച്ചു എന്നെ കുറ്റപ്പെടുത്തരുത്. ഇനി എന്ത് ചെയ്യും? ബേബിയെ ഒന്ന് കണ്ടാലോ? കടത്തിണ്ണേ കിടന്ന് ചാഴേണ്ടി വന്നാലും ഞാനിനി അവനെ കാണാൻ പോയില്ല. ബേബിയില്ലേ ഇവിടെ? ഇല്ല, പുറത്തു പോയിരിക്കുക. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ? അതെങ്ങനെ അറിഞ്ഞു? പിന്നെ ഞാൻ അറിയാതിരിക്കോ? ഈ അഭിപ്രായ വ്യത്യാസമുള്ള കാരണം എന്താണെന്ന് അറിഞ്ഞോ? ഇല്ല. താനിവിടെ വരുന്നത് തന്നെ ഇനി മേലാൽ ഈ വീട്ടിൽ കയറ്റരുതെന്ന് ഞാൻ പറഞ്ഞു. ഒരു കാര്യം പറഞ്ഞേക്കാം, ഇവിടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കാൻ താൻ മെനക്കെടണമെന്നില്ല. ഈ ബന്ധവും പറഞ്ഞുകൊണ്ട് താൻ ഈ വീട്ടിൽ കയറരുത്. പോകാം. മോനെ, അയ്യോ വേണ്ട, പരിചയമില്ലാത്ത കയ്യിലാവും പോവില്ല. ഇതാ മോനൊരുടുപ്പ്. അയ്യോ, ഇതൊന്നും വേണ്ട. ഇതിന്റെ കാശുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു നേരത്തെ കഞ്ഞി കുടിക്കാമല്ലോ. വന്നതേ ഉള്ളൂ. എന്താ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്? ഈ പാന്റ് ഷർട്ട് മാച്ച് ചെയ്യോ? ഇതൊക്കെ മതി, ഞാൻ ഫാക്ടറിയിലേ പോകുന്നുള്ളൂ. എവിടെ പോയാലും കൊള്ളാം, ഈ ഷർട്ട് മാറ്റത്ത് ഇവിടെ ഇറങ്ങാൻ ഞാൻ സമ്മതിക്കില്ല. കാമോൺ. നമുക്ക് പോകാം അമ്മേ, രൂപയൊന്നും ചോദിക്കണ്ട. ഇവിടം വരെ വന്നതല്ലേ, ഏതായാലും ചോദിച്ചിട്ട് പോവാം മോളെ. പിന്നെ കൊച്ചമ്മയ്ക്ക് എന്താ പതിവില്ലാതെ? ആ കുറുപ്പച്ചൻ ഒരു സൂര്യവും തരുന്നില്ല മോനെ. കടം മേടിച്ച കാശ് ഉടനെ കൊടുത്തില്ലെങ്കിൽ ജപ്തി ചെയ്യുമെന്ന് പറഞ്ഞ അയാൾ നടക്കുന്നത്. അതിന് എന്തേലും ചെയ്തേ പറ്റൂ. എന്റെ കയ്യിൽ പൈസയൊന്നുമില്ല. പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡീസൽ ഡാഡിയോട് ചോദിക്കണം. ഇത്ര ഒരു ആവശ്യം പറയുന്നത് എനിക്ക് കുറച്ചിലാണ്. അത് വേണ്ട, നിനക്ക് കുറച്ചിലുണ്ടാകുന്ന ഒരു കാര്യവും ഞങ്ങൾക്ക് വേണ്ടി ചെയ്യണ്ട. നിങ്ങളൊക്കെ ഇവിടെ വരുന്നത് തന്നെ എനിക്ക് കുറച്ചിലാണ്. ബേബിച്ചായ? ബേബിച്ചായനോ? സാറേ എന്ന് വിളിക്കടി. അമ്മേ, ഈ നിൽക്കുന്ന പെണ്ണിനും നാട് വിട്ടുപോയ എന്റെ മോനും കഞ്ഞിവെള്ളം ഊറ്റിക്കൊടുത്തിട്ട് നിനക്കും നിന്റെ പെങ്ങക്കും ചോറ് തന്ന ഞങ്ങളെ കാണുന്നത് നിനക്ക് കുറച്ചില്ല അല്ലേ? കയ്യോ കാലോ വളരുന്നതെന്ന് നോക്കി കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്ന ആ പാവം തയ്യക്കാരൻ. അമ്മേ, നമുക്ക് പോകാം. മരിച്ചുപോയ നിന്റെ അപ്പനെയും നീ മറന്നു കാണും. നീ ആട്ടിപ്പുറത്താക്കിയ നിന്റെ അമ്മയുണ്ടല്ലോ, നിന്നെ 10 മാസം ചുമന്നു പെറ്റ നിന്റെ അമ്മ, അവരെ കാണുന്നത് നിനക്ക് കുറച്ചിലായിരിക്കും. എടാ, നിനക്ക് നിന്റെ ആരെയും വേണ്ട അല്ലേ? പോണു മോനെ, ഞങ്ങളിനി ഒരിക്കലും വരില്ല നിനക്ക് കുറച്ചിലുണ്ടാക്കാൻ. ഒരിക്കലും വരില്ല മോനെ.